ഏറ്റവും കൂടുതൽ റീച്ചുള്ള കോണ്ടന്റ് സെക്ഷൽ കോണ്ടന്റും വെറുപ്പിന്റെ കോണ്ടന്റുമാണ്. ഒരു 2-2.5 കൊല്ലത്തിന്റെ ഹ്യൂമിലിയേഷന്റെയും ഭാരത്തിന്റെയും ഒരു ഉത്തരവാണ്, ഒരു മെസ്സേജ് ആണ് ഇങ്ങനെ, എടാ നീ പാസ്സായി. സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ ഈ സോൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തോന്നും. ആ മണം കിട്ടുമ്പോൾ എപ്പോഴും ഐ ഫീൽ ലൈക്ക് ഗോയിങ് ബാക്ക്. അല്ലെങ്കിൽ ചിലത് പറയുമ്പോൾ ആ കഥയുടെ ത്രില്ല് അവൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കണ്ടു നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനമുണ്ട്. മറ്റേ ഇന്ദ്രൻസ് പണ്ട് പറഞ്ഞോളാണ് മറ്റേ കൊല്ലണയരത്ത് മറ്റേ കൊലയാളി മറ്റേ കണ്ണിന് നോക്കുമ്പോൾ വെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു വേറെ തരത്തിലേക്ക് കാണുന്നു എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി എ വുമൺ. എളുപ്പമല്ല ഒരു പെണ്ണായിരിക്കാന്ന് പറയും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരക്കേടില്ലാണ്ടൊക്കെ സ്നേഹിച്ചിട്ടും വളർത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ സെലിബ്രേറ്റ് ദം. മലയാളികൾ അങ്ങനെ എളുപ്പമൊന്നും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. അതായത് മലയാളികൾക്ക് പൊതുവെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പണിയാണെന്ന്. പക്ഷേ മലയാളി മനസ്സിലേക്ക് വേരിറങ്ങിയ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അതിന് മുൻപായിട്ട് ഹലോ ഹായ് നമസ്കാരം, യു ഗൈസ് വാച്ചിങ് എഡിറ്റോറിയൽ ആൻഡ് ഐ എം ഗദ്ദാഫി സ്റ്റോറീസ് ഓഫ് ആറിൽ ഇന്ന് എൻ്റെ കൂടെ ദ റൈറ്റർ, സ്പീക്കർ, റേഡിയോ ഹോസ്റ്റ് ജോസഫ് പെണ്ണുകുട്ടി. ജോസ്, വെൽക്കം ടു ദ ഷോ മാൻ. ഹായ്, താങ്ക് യു. സുഖമായിട്ടിരുന്നോ? കുറെ നാളായി നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നു. ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുൻപേ റീസെന്റ് വർക്ക്സ് ഒക്കെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യും. ഞാൻ താങ്കളുടെ സ്നേഹം, കാമം, ഭ്രാന്ത് വായിച്ചിരുന്നു. അത് ഈ ഇന്റർവ്യൂ റെഫറൻസിന് വേണ്ടിയാണ്. അതൊരു ബേസിക് കോർട്ടസി ആണല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇറ്റ് വാസ് എ ക്വാളിറ്റി ടൈം മാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയം, ഓരോ അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ തൊടുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ എഴുതിയ എഴുത്തുകാരൻ ഞാൻ മനസ്സുകൊണ്ട് കൈ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതില് ഈ പറയുന്ന പോലെ ആദ്യത്തെ മണം എന്ന് പറയുന്ന മണം കൃഷ്ണൻ അല്ലേ, മണം കൃഷ്ണന്റെ ഈ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അയാളുടെ ജോലി തെരഞ്ഞെടുക്കാൻ കാരണക്കാരനായത് ഔസേപ്പ് എന്ന് പറയുന്ന ടീച്ചറാണ്. അതുപോലെ ജോസഫിനോട് ചോദിച്ചു കഴിഞ്ഞാലേ, ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് ഇപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഏതൊരാളുടെ ഒരു മാജിക്കൽ ഹാൻഡ്സ് ആണ്, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവകരങ്ങൾ ആരുടെയാണ്? എനിക്ക് തോന്നുന്നു ഒരുപാട് മനുഷ്യരുടെ കളക്ഷനാണ് നമ്മുടെ, എൻ്റെ ജീവിതം അറ്റ്ലീസ്റ്റ് ഒരുപാട് മനുഷ്യരുടെ കടം വാങ്ങിച്ചാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കടം വാങ്ങിക്കാൻ പറഞ്ഞ സമയമുണ്ട്, സഹായമുണ്ട്. മോണിറ്ററി രീതിയിൽ ഇന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലാത്ത രീതിയിൽ ഇപ്പൊ പരീക്ഷയ്ക്ക് മാത്സ് പഠിക്കാൻ ഒരു തലയ്ക്ക് കയറാണ്ടിരുന്നപ്പോ കുത്തിയിരുന്ന് പഠിപ്പിച്ച മേരി എന്നൊരു സുഹൃത്തുണ്ട്. പരീക്ഷയുടെ സപ്ലി എഴുതുന്നു, ഫസ്റ്റ് സെമസ്റ്ററിലെ സപ്ലി, സെക്കൻഡ് സെമസ്റ്ററിലെ പ്രൊജക്ട് ഒരേ ദിവസം വരുന്നു. ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റണില്ല. അപ്പൊ പ്രൊജക്റ്റിലാണെങ്കിൽ കുറെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്താ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അത്ര കണ്ട് എനിക്ക് അന്ന് വരെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നിട്ടും ഞാൻ അധികം ഹായോ വർത്താനോ പറയാത്ത ധന്യ എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് പറയുന്നു ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. അതൊക്കെ ഒരു യൂണിവേഴ്സിന്റെ മാജിക്കാന്ന് തോന്നുന്നു. അപ്പൊ അവരൊക്കെ കൂടിയാണ് എന്നെ MBA കടത്തിയത്. അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത്. അങ്ങനെയാണ് ചൈനയിൽ എത്തുന്നത്. ചൈനയിൽ എത്തിയെന്നുള്ള കുറെ കഥകൾ, പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ പുതിയ കഥകൾ കിട്ടും. അപ്പൊ എഴുതാൻ തോന്നുന്നത്. അങ്ങനെയാണ് ബ്ലോഗ് ആരംഭിക്കുന്നത്. അങ്ങനെ ബ്ലോഗ് കളക്ട് ചെയ്താണ് പുസ്തകമാവുന്നത്. ഇപ്പൊ പറഞ്ഞു വരാണെങ്കിൽ ഇപ്പൊ ഗദ്ദാഫി ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് മനുഷ്യരെ കടം വാങ്ങിച്ചെത്തിയതാണ്. അതിങ്ങനെ ഒരു, നമ്മളിത് പറയുമ്പോൾ അതിനൊരു പോയിറ്റിക് നേച്ചർ ഉണ്ടെങ്കിലും ഭയങ്കര സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പൊ പ്രൊജക്ട് അന്ന് ധന്യ അത് ചെയ്യാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്ലേസ്മെന്റിൽ ഇരിക്കാൻ പറ്റിയുണ്ടാവില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. മേരി എന്നോട് കുത്തിയിരുന്ന് ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ 14-15 ആണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല പറയുമ്പോൾ സാറില്ല അത് എളുപ്പം മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മേരി ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇല്ല, ഞാൻ ഗദ്ദാഫിയുടെ മുമ്പിലില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ കളക്ഷനാണ് ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പനും അമ്മയും തിരക്കേടില്ലാത്ത പാരന്റ്സ് ആണ്. അവർ അത്യാവശ്യം നല്ലൊരു അപ്ബ്രിങ്ങിങ് ആണ് തന്നത് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിലേ താങ്കളുടെ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ഒരു വർഷത്തോളം ഒരു മണം, അത് ഏതാണ്ട് ഒരു 65% കൃത്യതയോടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഒരു വർഷമല്ല, ഒരുപാട് കാലത്തോളം ഓർത്തിരിക്കാൻ പറ്റും. ഇതുപോലെ മണം കൃഷ്ണൻ ഈ പറയുന്ന ഹോണ്ട് ചെയ്ത കുറച്ച് മണങ്ങളുണ്ട്. അതുപോലെ ജോസഫ് പെണ്ണുകുട്ടി ജോസിനെ ഇപ്പോഴും പിന്തുടരുന്ന, ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും മണങ്ങളോ അല്ലെങ്കിൽ ഈ ഗന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഞാൻ ഈ അശ്വതി ശ്രീകാന്തിന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് അവരിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവർക്ക് ഓരോ ആളുകളിലും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന സംഭവം അവരുടെ ഫേസിനേക്കാൾ ഉപരി അവരുടെ മണങ്ങളാണെന്ന്. അതായത് ഓരോ ആൾക്കാർക്കും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മണങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ജോസഫിനെ കുറെ നാളായിട്ട് പിന്തുടരുന്ന, ഫോളോ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഗന്ധം ചോദിച്ചു കഴിഞ്ഞാൽ, മണം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ തോന്നുന്ന സാധനം എന്താ? എനിക്ക് കുന്തിരിക്കത്തിന് മണമുണ്ടല്ലോ. എനിക്കറിയാം, ഞാൻ അൽത്താര ബാലനായിരുന്നു, ഈ പള്ളിയിലൊക്കെ സഹായിക്കുന്ന, പിന്നെ സെമിനാരിൽ പോയിട്ടുണ്ട്. അപ്പോ കുന്തിരിക്കത്തിന്റെ മണം കിട്ടുമ്പോ അപ്പൊ എന്നില്, ഇപ്പൊ ഞാൻ എത്ര ബാഡ് ഫേസിലാണ് അപ്പോഴെങ്കിലും, ഞാൻ ബാഡ് എന്ന് ഉദ്ദേശിച്ച് എൻ്റെ ജീവിതം ഒരു മോശാവസ്ഥയിൽ പോകണമെന്നും അല്ല, ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാൻ അത്ര നല്ലതല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു കുന്തിരിക്കത്തിന് മണം കിട്ടുമ്പോൾ ഒരു സംഗതി ഉള്ളിലിട്ട് ഇങ്ങനെ ആ പഴയ അൾത്താര, പണ്ടിങ്ങനെ കുമ്പിട്ട് നിന്ന ഒരു ഹമ്പിൾ മനുഷ്യൻ
കുറെ കൂടി ഇന്നസെൻസിനോട് ചേർന്ന് നിന്ന ഓർമ്മകളാണ് എനിക്ക് കുന്തിരിക്കായിട്ടുള്ളത്. ആ മണം കിട്ടുമ്പോൾ എപ്പോഴും ഐ ഫീൽ ലൈക്ക് ഗോയിങ് ബാക്ക്. ഈ കാണിച്ചു വിട്ടണമെന്നല്ല, പഴയ പരിപാടി തന്നെയാണ് നല്ലതെന്നൊരു സെമിനാരി നടത്തല്ലേ ഞാൻ പറയുന്നത്. ആ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് എങ്ങനെ ഒരിക്കലും നടക്കൂല, എങ്കിലും ശ്രമങ്ങൾ നടക്കാറുണ്ട് ആ മണത്തില്. പിന്നെ ഞാൻ ഇന്ന് വരുമ്പോൾ അടിച്ച പെർഫ്യൂം 212 എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ സെമിനാരി നേരെ ബാംഗ്ലൂരിലാണ് പോയത്. അതായത് ഗേൾ ഫ്രണ്ട് എന്ന് പറയാനും പറ്റില്ല, എന്നാൽ ഒരു ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന് പറയാവുന്ന ഒരു പെൺകുട്ടി. നമുക്ക് ആദ്യം അടുപ്പൊക്കെ തോന്നുന്നു. അവളുടെ മദറെ കാണാൻ, മദർ വരുന്നു, മദർ എന്നെ ഒന്ന് ചുമ്മാ നിന്റെ കൂട്ടുകാരെല്ലാം കാണാൻ, അപ്പൊ എനിക്കൊന്ന് ഇംപ്രസ് ഒക്കെ ചെയ്യണം. ഞാൻ ഈ 212 നല്ല പോലെ അങ്ങ് അടിച്ചു. ആണെങ്കിൽ ഒന്നാമത് ഒരു ഇസ്മരയ്ക്ക് തന്നെ നല്ല മണമാണ് അതിനെ, അപ്പൊ എനിക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ്. അന്ന് ഞാൻ ഈ പെർഫ്യൂം അടിച്ചിട്ടാണ് ആളെ കാണാൻ പോകുന്നത്. ആൻഡ് അഗെയിൻ ഞാൻ ഈ പറയുന്ന എനിക്ക് ഇപ്പോഴും ഇന്ന് ആ പെർഫ്യൂം അടിക്കുമ്പോഴും അതാണ് എനിക്ക് അന്ന് ആളെ കാണുമ്പോൾ ഞാൻ ഇട്ട ബ്ലാക്ക് ടീഷർട്ടും അമ്മയുടെ മുമ്പിൽ നമ്മൾ ആ ചെറുപ്പക്കാർ, അതായത് നമ്മുടെ 20കളിലൊക്കെ നമ്മൾ മാക്സിമം ഇംപ്രസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു തത്രപ്പാടും, അതിന് തന്നെ അവളെന്നെ കളിയാക്കി കൊന്നു. എന്തുവാണ് മൂക്ക് പൊത്തി നിന്റെ അടുത്തിരിക്കണോ, ഇത്രയ്ക്ക് തന്നെ പെർഫ്യൂം ആരും ഇംപ്രസ് ചെയ്യാനാണ്. അപ്പൊ ആ ഒരു മണം ഇപ്പൊ അടിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരുന്നുണ്ട്. അതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞൊരു സ്മെല്ല് നമ്മൾ അങ്ങനെ അധികം. അപ്പന്റെ മണം ചോദിച്ചാൽ എന്താ പറയാ? അപ്പ ഭയങ്കരമായിട്ട് പെർഫ്യൂം അടിക്കുന്ന ആളാണ്. അപ്പനെന്ന് പറഞ്ഞാൽ മറ്റേ കളരിപ്പയറ്റ് പോലെ അടിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ അടിക്കുന്ന ആളാണ്. പകുതി അപ്പൻ്റെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കോമഡി. ദുബായിലായിരുന്നു, എൻ്റെ ചേട്ടൻ ദുബായിലായിരുന്ന സമയത്ത് 10-12 കൊല്ലം മുമ്പാണ്. ദുബായിൽ നിന്ന് ആദ്യം 12 അല്ല, അതിൽ കൂടുതലുണ്ട്. ആദ്യമായിട്ട് ചേട്ടൻ ദുബായിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പെർഫ്യൂമുകളുടെ ഇങ്ങനെ ഒരു കളക്ഷൻ പറ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ട് അടാ ഇങ്ങനൊരു മണം ഉണ്ട് നോക്കാവോന്ന് പറയണേ. അവിടെ ഇങ്ങനൊരു മണം ഉണ്ട്. അപ്പം മറ്റേ പെയിൻ റിലീഫ് സ്പ്രേ എടുത്ത് അടിക്കണേ, ഇങ്ങനൊക്കെ ഒരു മണം ഉണ്ടോ? കാരണം അന്നൊക്കെ പെയിൻ റിലീഫ് സ്പ്രേ വന്നിട്ടില്ല, കൂടുതലും ബാം ഇതൊക്കെ ആയിരുന്നു. അപ്പൻ എനിക്കൊന്നും ഇപ്പൊ എല്ലാ പെർഫ്യൂം ഞാൻ അടിക്കുന്ന എല്ലാ പെർഫ്യൂമും അപ്പൻ അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ ഇതിൽ പറയാവുന്നത് ഞങ്ങൾക്ക് ഒരേ മണം ഒന്നാണ്. ഈ കഴിഞ്ഞ 4 വർഷക്കാലമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമായിട്ട് കാണുന്നതെന്ന് ജോസഫ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. ഈ കാലയളവിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ US ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് പോകുന്നു, നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്നു, സ്പീക്കറായിട്ട് പോകുന്നു, നമ്മളുടെ അമ്മ തന്നെ നമ്മളുടെ പുസ്തകത്തിന്റെ അവതാരിക എഴുതുന്നു. അതുപോലെ ഒരുപാട് ഓർത്തിരിക്കാൻ കുറേയധികം നല്ല മുഹൂർത്തങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഈ മൊമെന്റിലേ ലൈഫിൽ സംഭവിച്ച ദ ബെസ്റ്റ് മൊമെന്റ്, ദ വെരി ബെസ്റ്റ് മൊമെന്റ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാൻ പോകുന്ന ഒരു ഉത്തരം എന്തായിരിക്കും? എനിക്ക് അഗെയിൻ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം എടുത്ത് ആശ്വസിച്ച ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ MBA തോറ്റിരിക്കുകയായിരുന്നു. ഞാൻ ആ പരീക്ഷ എഴുതി, ഞാൻ ആ പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തു, എന്നെ ക്യാമ്പസിൽ ഞാൻ പ്ലേസ്ഡ് ആയി, എനിക്ക് ജോലിക്ക് കയറി. ജോലി കയറി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ഓൾറെഡി ഇന്റേണൽ തോറ്റിരുന്നിട്ട് രണ്ടാമത്തെ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചില്ല, നമ്മളത് പറഞ്ഞില്ല. അപ്പൊ അവർ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു സപ്ലൈ എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അവർ നീ പറയാതിരുന്നു, നിങ്ങളെന്താ ചോദിക്കാതിരുന്നു? ഇതെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ, അതായത് നെക്സ്റ്റ് സെമസ്റ്ററിൽ എഴുതി ജയിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിടും എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോഴേക്കും എന്നെ ചൈനയ്ക്ക് വിട്ടു ഡെപ്യൂട്ടേഷന്. ചൈനയ്ക്ക് ഞാൻ പോകുമ്പോഴാണ് എൻ്റെ ഈ സപ്ലൈയുടെ റിസൾട്ട് വരുന്നത്. അന്ന് വെളുപ്പിന് അതിരാവിലെ ജോസ് കെ മാത്യു എന്ന് പറയുന്ന എൻ്റെ ബോസും ഞാനും അവിടുത്തെ ഏതോ ഒരു വൃത്തികെട്ട ചൈനീസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എൻ്റെ ഫ്രണ്ടാണ് മെസ്സേജ് അയക്കണേ, എടാ നീ പാസ്സായി. ആ മൊമെന്റ് ഭയങ്കര ആശ്വാസമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇന്റേണൽ തോറ്റാണ്. എന്നുവെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അധ്യാപകരുടെ മകനായതുകൊണ്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ജയിപ്പിച്ച് വിട്ട ഒരാളാണ് എൻ്റെ അപ്പനും അമ്മയും. ഞാൻ MBAക്ക് ഇന്റേണൽ പോലും പാസ്സായില്ല. ഇന്റേണൽ പാസ്സാവാതെ എനിക്ക് യൂണിവേഴ്സിറ്റി എഴുതാൻ പറ്റില്ല. ആ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഇന്റേണൽ പാസ്സാവേണ്ട തോറ്റ ആദ്യത്തെ വ്യക്തി. ഇതൊക്കെ പ്ലേസ്മെന്റിന്റെ സമയമായപ്പോ എല്ലാവർക്കും പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കണ നേരത്ത് അവിടുത്തെ മെയിൻ ടീച്ചർ പറയുന്നു ഇന്റേണൽ പാസ്സാകാത്തവരെ ഇരുത്താൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോൾ ഒരുത്തനുള്ളൂ എൻ്റെ എൻസ്റ്റിറ്റ്യൂഷനിൽ. എല്ലാവരും പ്ലേസ്മെന്റിന്റെ ടെൻഷനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി എനിക്കറിയാം എനിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ അന്ന് NG യൂണിവേഴ്സിറ്റിയുടെ ക്ലബ് കൊണ്ട് ആർക്കും ഫസ്റ്റ് സെമസ്റ്ററിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും പിടിച്ച് ഇന്റർവ്യൂ എഴുതിയപ്പോൾ ഞാനിരുന്നു കയറി. അതുകൊണ്ട് ഒരു 2-2.5 കൊല്ലത്തിന്റെ ഹ്യൂമിലിയേഷന്റെയും ഭാരത്തിന്റെയും ഒരു ഉത്തരമാണ്, ഒരു മെസ്സേജ് ആണ് ഇങ്ങനെ, എടാ നീ പാസ്സായി. അത് അന്ന് ചൈനയിൽ നിന്ന് കണ്ട മൊമെന്റ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പുസ്തകം ഇറക്കിയ സമയമാണ് ഏറ്റവും ഇല്ല, ഒരിക്കലും ഇല്ല. അത് എന്തോ എനിക്ക് അങ്ങനെയാണ്. പിന്നെ ഒരു മൊമെന്റ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മളിങ്ങനെ ആദ്യകാലത്തിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്ന സമയമൊക്കെ ഷാർജ ബുക്ക് ഫെയറിന് എൻ്റെ ബുക്ക് ലോഞ്ച് ഉണ്ടായിരുന്നു.
അപ്പോൾ അപ്പനും കൂടെ വന്നു എൻ്റെ ഒപ്പം. അവിടെ മൂത്തേട്ടൻ അവിടെയാണ്. അപ്പോൾ അന്നാണ് ഫാദർ ആദ്യമായിട്ട് എൻ്റെ അടുത്ത ആളൊന്ന് സെൽഫി എടുക്കുന്നതും എൻ്റെ ബുക്ക് സൈൻ ചെയ്യുന്നൊക്കെ. അപ്പം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മകനെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നു അവൻ്റെ ഒപ്പിന്, അവനെ മാറി കാണുന്നു. തിരിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്ന് ലുലുവിൻ്റെ ടീം നമുക്ക് ഒരുക്കിയ ഒരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഇല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് ആഘോഷിക്കാൻ പറ്റിയ തരത്തിൽ എന്ന് പറഞ്ഞ് ചേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും അപ്പനും ചേട്ടനും കൂടി ഇങ്ങനെ പോണേരത്ത് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, അപ്പം പറയില്ല അവൻ എടാ ആളുകളൊക്കെ നിന്റെ അടുത്ത് വന്നിങ്ങനെ നിങ്ങൾ അപ്പനിങ്ങനെ പറയണേ അവർ പ്രൗഡസ്റ്റ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. അപ്പൻ അങ്ങനെയൊക്കെയാണ് വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ പറയാ. അതായത് അപ്പൻ പൊതുവെ ഒരു ഹ്യൂമറസ് ജനറസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു പക്ക സ്റ്റേറ്റ്മെന്റ് ഇല്ല ചിലപ്പോൾ എടാ നീ അത് ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറയലൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എടാ അത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് അങ്ങനെയൊക്കെ പറയുന്നൊരപ്പൻ കോമൺ അല്ല, മനസ്സിലായി. പക്ഷെ അത് പറയുന്നത് അത്രയും പുള്ളിക്ക് കിട്ടിയൊരു മൊമെന്റിലായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അപ്പനത് പ്രൗഡസ്റ്റ് മൊമെന്റ് ആസ് എ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളെ മാക്സിമം പിടിച്ചേക്കാണ് ഇങ്ങനെ പറഞ്ഞോളിങ്ങനെ അതൊരു മൊമെന്റ് ആയിരുന്നു. അന്ന് രാത്രി എഴുതിയ ഡയറി കുറിപ്പിൽ ഈ പറയുന്ന പോലെ അന്ന് ഡയറി എഴുത്തില്ല. ഡയറി എഴുത്ത് പണ്ട് സെമിനാറിലൊക്കെ ആയിരിക്കും ഫുൾ എഴുതുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഓർത്തിരിക്കും, ഞാനിത് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഗദ്ദാഫിയോട് പറയുന്നു. കാരണം ഞാൻ ചിലപ്പോൾ ആലോചിക്കുക എന്തിനാണ് എപ്പോഴും ഈ അപ്പനമ്മ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ പറയണേന്ന്. ഇപ്പൊ ഇത് നിങ്ങൾ എവിടെയെങ്കിലും തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് പാരന്റ്സ് എപ്പോഴും സൈലന്റിലെങ്കിലും എൻ്റെ അപ്പനായതിൽ സന്തോഷം എന്നൊരു സാധനം പറയുക എന്നുള്ളൊരു ഭയങ്കര മൊമെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇത് പറ്റില്ല, പക്ഷെ എനിക്കത് പറ്റിയത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ വലിയ മൊമെന്റ് ആണ്. അടിപൊളി. ഞാൻ അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം TVLP പോലുള്ള ഒരു ഷോയില് അമേരിക്കയില് US ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിട്ട് പോവുക, എനിക്കറിയാം അതിന്റെ വലിപ്പം എത്രമാത്രമാണ് എന്നുള്ളത്, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോവുക, എത്ര പേര് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ കറുകുറ്റിയിലെ ഒരു സാധാരണക്കാരന്റെ, അതായത് ഒരു സ്കൂൾ അധ്യാപകന്റെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അങ്ങനെയുള്ള ഒരാള് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ എനിക്കറിയാം ഒരുപാട് ഇപ്പൊ പുസ്തകങ്ങൾ എഴുതിയ കുറെ നാളുകളായിട്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. എന്നാൽ പോലും അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഇൻഹിബിഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ വികാര ചിന്തകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ കറുകുറ്റിയിൽ നിന്ന് സാധാരണക്കാരന് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഇൻഹിബിഷൻസും അല്ലെങ്കിൽ വികാര വിചാര ചിന്തകളൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് പോകുമ്പോൾ? നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല എങ്കിലും ഉള്ളില് ഉണ്ടാവുമല്ലോ. ഇത് പണ്ട് സ്വർഗത്തിലെത്തിയ ആളെ അത്ഭുതപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന്, അയാളെവിടെ പോയി, അയാളെ കാണണല്ലേ നമ്മൾ സ്വർഗത്തിലെത്തുന്ന ഒരാൾ, അയാളെവിടെ പോയി, ഇയാളെങ്ങനെ ഇവിടെ എത്തി. മൂന്നാമത്തെ, ദൈവം ഞാനും ഇവിടെ. ഇത് ഇപ്പൊ US ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി മീഡിയ ഫീൽഡിലോട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെന്ന് പറഞ്ഞ US കൗൺസിലേറ്റിന്റെ ഒരു മെയിൽ വരുമ്പോൾ ഞാൻ സ്പാം ആണെന്ന് കരുതി. അതിങ്ങനെ നമുക്കിങ്ങനെ US കൗൺസിലേറ്റൊക്കെ എന്തിനാണ് എന്നെ എവിടെയോ കിടക്കണ എന്നെ അപ്പോ ഞാൻ പോട്ടെ എന്ന് പറയുന്നത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് ഫീഡ്ബാക്ക് ചോദിക്കുന്നു, എനിക്ക് ഡയറക്റ്റ്ലി ഒരു കോള് വരുന്നു. ഇന്ത്യയിലുള്ള ഓരോ കൗൺസിലേറ്റിനും ഇത്ര പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയക്കണം US ഗവൺമെന്റിന്. അതിനകത്തുനിന്ന് ഒരാളെയാണ് US ഗവൺമെന്റ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വിളിക്കുന്നത്. ഇത് മീഡിയ റിലേറ്റഡ് ആണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പ്രിന്റ് മീഡിയ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ടെഡ് ടോക്ക് ഉണ്ട്, അതിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ടോക്ക് ഷോകളുടെ കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത് വെച്ച് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വൈ ഷുഡ് വി സെൻഡ് യു എന്നുള്ളതിൽ എന്നെ കൗൺസിലേറ്റിൽ വിളിച്ചു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായി ഇത് സംഗതി സീരിയസ് ആണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് മറ്റേ വിസ ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ എന്നെ പോലീസ് പ്രൊട്ടക്ഷൻ വേറെ സൈഡിൽ കൂടെ കൊണ്ടുപോവാണ്. അവിടുത്തെ കൗൺസിലേറ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു ഫോറിനേഴ്സ് ഉണ്ട്, ടീം മെമ്പേഴ്സ് ഉണ്ട്, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇത്ര വരുന്നു. എന്നിട്ട് നമ്മളെ പറഞ്ഞു വിട്ട് പിന്നെയാണ് അവർ അപ്രൂവ് ചെയ്യുന്നത്. പിന്നീട് അവിടെ US ചെന്നപ്പോഴാണ് അവിടുത്തെ ടീം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്കറിയോ നിങ്ങൾ ഈ ഇരിക്കുന്നതിന്റെ വലിപ്പം എന്താണ്. നമുക്കത് വലിയതല്ലേ, എന്തൊക്കെയോ US റെപ്രസെന്റേറ്റീവ് പോകുന്നു, ഇങ്ങനെ ഇന്ത്യ. അവിടെ ചെല്ലുമ്പോഴേ അറിയുന്നത് അവിടെ വിവിധ രാജ്യങ്ങളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അത് ബേസിക്കലി ഉള്ളിലുള്ള ഒരു, അതായത് അർഹിക്കാത്തത് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. ഇത് ഞാനിവിടെ അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കാര്യം നമുക്ക് എത്രയോ പേരുണ്ട്, നോബഡി ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനെ നമ്മൾ മൊത്തം ഒരു ഇന്ത്യ മീഡിയ എന്ന് കരുതുമ്പോൾ നമ്മളിങ്ങനെ, അപ്പൊ അവർ പറഞ്ഞു യു അറിയാം ഇത്ര ചെറുപ്പത്തിലെ
ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പലതരത്തിൽ. കളക്ഷൻ ഓഫ് ഇവൻറ്റ്സ്, ഇത്ര സ്റ്റേജുകൾ പോയി സംസാരിക്കുന്നു, കുറെ പേര് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ ഇവര് സ്റ്റഡീഡാണ് ഈ സാധനം. അന്നാണ് ശരിക്കും നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം. അതായത് എനിക്ക് എന്നെ ഓർത്ത് അഭിമാനമൊന്നും തോന്നിയിട്ടില്ല, അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇവിടം വരെയൊക്കെ ഇപ്പോഴത്തേക്ക് എത്തിയല്ലോ ഒരു സാധനം. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ് ആണെന്നും അതിന് ആളുകൾ വില വെക്കുന്നുണ്ടെന്നും അതിന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് അതിനെ വില വെച്ച് നമ്മളെ ഒരു മാസം US കൊണ്ടുപോയി US എല്ലാ ബിഗ് ഷോട്ട് ഓഫീസസ്, അതായത് വോയിസ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അവരുടെ മെയിൻ മീഡിയ, CNN, ഫേസ്ബുക്ക്, യൂട്യൂബിന്റെ ഓഫീസ് നമുക്ക് ഇതിനെക്കുറിച്ച് ട്രെയിനിങ് തരുന്നു. AI ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ അറിവ് കൊണ്ട് നിറയ്ക്കുന്നു, നമ്മുടെ എല്ലാ ചെലവെടുക്കുന്നു, എല്ലാ സ്ഥലങ്ങളും അമേരിക്ക കാണിക്കുന്നു. 1 month ന്യൂയോർക്ക്, കൊളംബസ്, ഒഹായോ, മയാമി എല്ലായിടത്തും നമ്മൾ പോകുന്നു. ദാറ്റ് വാസ് എ മൊമെന്റ് ഐ റിയലൈസ്ഡ്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നതിൽ കാര്യമായിട്ട് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് അല്ലേ? അതെ, അത് ആസ് എ പേഴ്സൺ, അതായത് ഇമോഷണൽ ആസ്പെക്റ്റീവില്ല, റാഷണൽ ആസ്പെക്റ്റീവിലാണത്. ഇമോഷണലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാദറിന്റെ മൊമെന്റ്. നമ്മൾ ഈ ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമോഷണൽ ആണല്ലോ, കുറേ നമ്മുടെ ഒരു നമ്മുടെ മനസ്സിനെ തൊടുന്ന. ഇത് റാഷണൽ പോയിന്റ് ഓഫ് വ്യൂ ഐ എം നോട്ട് ബാഡ് എന്നൊരു സാധനം എനിക്ക് തോന്നിയത് ഓഫ് കോഴ്സ് അവിടെ ഇരിക്കുമ്പോഴാണ്. അടിപൊളി. ഇപ്പോഴൊക്കെ ഭയങ്കര റിയാക്ഷൻസ് കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡിൽ ആളുകൾ റിയാക്ട് ചെയ്യാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പോലും ഇത് എൻ്റെ സ്റ്റാൻഡേർഡിനൊപ്പം പോകുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ ഒരു സെൽഫ് ഡൗട്ട്, ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്നാലും നമ്മൾ സെൽഫ് ഡൗട്ട് ചോദിക്കും, നമ്മളെ മനസ്സിനോട് ചോദിക്കും ഇത് എൻ്റെ സ്റ്റാൻഡേർഡിന് ഒത്തതാണോ എന്നുള്ള. ഒരു പിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും ചോദിക്കും. താങ്കൾക്ക് അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളെ, ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇവന്റിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അത് ചിലപ്പോൾ മിസ്കമ്മ്യൂണിക്കേറ്റ് ആയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിയാക്ട് ചെയ്ത് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാവുന്ന പ്രതിഷേധങ്ങൾ ഒക്കെ ആലോചിച്ചിട്ട് എപ്പോഴും ഒരു ഇമേജ് ഫിയർ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടായിട്ടുണ്ട്. അത് ഇമേജ് ഫിയറിനേക്കാൾ ഉപരി നമുക്കിത് ചില കാര്യങ്ങൾ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ക്രൗഡിനോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും പിടികിട്ടണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കുറെ കൂടി വലുപ്പം വേണം. അത് ഈ സോഷ്യൽ മീഡിയ വീഡിയോയുടെ ഒരു ഭാഗം കാണുമ്പോഴേക്കും എത്രയോ തവണ തംബ്നെയിലിനെ ബേസ് ചെയ്ത് മാത്രം കമന്റുകൾ വന്നിട്ടുണ്ട്. ജീവിതം മടുക്കുമ്പോൾ എന്താ ഞാൻ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്, പക്ഷെ അതിൽ മറ്റേ ഇമോഷണൽ സാധനമൊന്നും അല്ല. അതായത് പുസ്തകങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ജീവിതം മടുത്തത് എന്തുട്ട് ജീവിതം എന്നൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യമായി ബന്ധപ്പെടുത്തിയല്ല കമന്റ് വരുന്നത്. ആ കമന്റിനെ വിശ്വസിച്ച് വീഡിയോ കാണാതിരിക്കുന്നവരുണ്ട്. ഇന്ന് ഒരു പോസ്റ്റിന്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന ആ പോസ്റ്റ് അല്ല, 20 വർഷം റിസർച്ച് നടത്തി ഒരാൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അയാൾ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നു. അതിന്റെ താഴത്തെ ഒരാൾ ബുൾഷിറ്റ്, ദിസ് ഇസ് സ്റ്റുപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന പിന്നെ കണ്ടാതായിരുന്നു. അല്ലെങ്കിൽ ഒരു പടം കണ്ടിറങ്ങി, അത് ബോറൻ പടം, നമ്മളത് ബാധിക്കുന്നത് മനുഷ്യ അഭിപ്രായങ്ങളെ ബാധിക്കുന്നത്. ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് കരുതി ഞാനങ്ങ് എഴുതാറുണ്ട്. അതിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിലാണെങ്കിലും ഞാനത് അങ്ങനെ നോക്കാറില്ല. പിന്നെ നമ്മൾ സെൻസിബിൾ ആവുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം അത് സത്യമാണ്, അതാണ് യാഥാർത്ഥ്യമെങ്കിലും നമ്മളത് വീഡിയോയിലിട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചതിനേക്കാൾ നെഗറ്റീവ് സാധനമായിരിക്കും വരണ്ടാവുക. അതിലും ഭേദം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് ബോധമുള്ള ക്രൗഡിനെ കൈ കിട്ടുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, അവരിലൂടെ മെല്ലെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കുറേ സ്ഥലത്ത് മുള്ളുകളുണ്ട്, ഇവിടെ മുഴുവൻ നമുക്ക് കാർപ്പറ്റ് വിരിക്കാം എന്നുള്ള പരിപാടിയാണ് ഈ വീഡിയോയിലൂടെ പ്രതികരിക്കല്. ചെറിയ ടോക്ക് ഷോകളൊക്കെ കിട്ടുമ്പോൾ അവരോട് സംസാരിക്കാതെ നമുക്ക് ഇങ്ങനെ ചെരുപ്പിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, ചെരുപ്പിട്ട ഈ മുള്ളു കൊള്ളൂല പറഞ്ഞു കൊടുത്തുന്ന എല്ലാവരും കൂടി ചെരുപ്പിടിക്കലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർപ്പറ്റ് ഇടിക്കല് നടക്കൂലെന്നേ. മനുഷ്യർക്ക് ഇങ്ങനെ എന്തിനും റിയാക്ഷൻ റോസ്. ഫേസ്ബുക്കിന്റെ ട്രെയിനിങ് പോയപ്പോൾ അവർ പറഞ്ഞാണ്, അതായത് ഏറ്റവും കൂടുതൽ റീച്ചുള്ള കോണ്ടന്റ് സെക്ഷൽ കോണ്ടന്റും വെറുപ്പിന്റെ കോണ്ടന്റുമാണ്. അവര് ഫേസ്ബുക്ക് ഒന്ന് ഡൗൺ ആയി പോയ സമയത്താണ് ആംഗ്രി ഇമോജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഫേസ്ബുക്ക് മുന്നോട്ട് കയറി. കാരണം ആംഗ്രി ഇമോജി ഉണ്ടെങ്കിൽ ട്രാക്ഷൻ കൂടും, റീച്ച് കൂടുള്ളൂ. അപ്പോൾ എന്തിലോ നമ്മൾ അതായത് അത് വർക്കാവാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. വെറുപ്പ് വർക്കാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയൊക്കെ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. മതപരമായിട്ട് ഏത് വിഷയം നിങ്ങൾ എടുത്തോ അതിനകത്ത് സോഷ്യൽ മീഡിയയിലൂടെ വർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹിറ്റ് ആവുക. കാരണം ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അൺനോയിങ്ലി വെറുപ്പും സെക്ഷൽ കോണ്ടന്റുമാണ്. എനിക്ക് എൻ്റെ ഫോളോവേഴ്സിനെ കുറച്ച് വിശ്വാസം കേട്ടോ. ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ
എനിക്ക് ഭയങ്കര ബോറായിട്ട് കമന്റ് ഇടുന്നവർ വളരെ കുറവാണ്. കുറവാ. ഞാൻ ശ്രദ്ധിക്കും, നമ്മളെല്ലാവരും ഞാൻ വായിച്ചു നോക്കാറ് കമന്റ് ഒക്കെ. വളരെ ചുരുക്കം പേരാണ് ഒന്നും കാണാണ്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ തട്ടിവിടും. അല്ലാത്ത ചില നല്ല രസകരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഞാനതൊക്കെ ഭയങ്കര ഉള്ളിലേക്ക് എടുക്കാറുണ്ടോ. അടിപൊളി ഒബ്സർവേഷൻ ആയിരുന്നു എന്നെങ്കിൽ ചിലപ്പോൾ തോന്നാറ്. അല്ലാണ്ട് വെറുതെ കണ്ണും കൂട്ടിയുള്ള കമന്റുകൾ വളരെ കുറവാണ്. അപ്പൊ ഞാൻ കൺസേൺഡ് ആണോ വെച്ചാൽ ബുദ്ധിപരമായിട്ട് കൺസേൺഡ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ചില ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ നോക്കും ഇതെങ്ങനെയുണ്ട് കാണാൻ, ഉള്ളതിൽ ഏറ്റവും ഭേദം ഏതാണ്, അത്ര ഉള്ളൊരു കോമൺ മാൻസ് കൺസേൺസ് ഉള്ളൂ. ഓക്കെ. എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 23-ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്ന സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട്. അച്ഛൻ നിർബന്ധിച്ചൊരു അപ്പന് വയ്യാണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ജോസഫ്, ഈ 23-ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ടൈം സ്റ്റേജിലേക്ക് പോകുമ്പോഴും സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് സ്പീക്കറായിട്ട് പോകുമ്പോഴും ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഗതി നമുക്ക് അന്നേ പണ്ടേ വലിയ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. ജെനറ്റിക്സ് ആണ്. കാരണം അപ്പൻ ആ സമയത്ത് കേരളം മുഴുവൻ ഓടി നടന്ന് ടോക്കിൽ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്റെ ഒരു പബ്ലിക് സ്പീക്കറാണ്. എനിക്കറിയാം. എന്റെ നാട്ടിൽ ഹൈലി റെസ്പെക്റ്റഡ് ആണ് അദ്ദേഹം. അതായത് ഒരു ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ചില സ്ഥലങ്ങളിൽ പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കേണ്ടി വരും എന്റെ അപ്പനെ ടോക്കിന് വിളിച്ചിട്ടുണ്ട്. ഓ, അത് ചില സമയത്ത് ഫാദറിന്റെ സ്പീച്ച് കേട്ട് ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ അടുത്തിടയ്ക്ക് കുറെ കാലമായിട്ട് പുള്ളി അങ്ങനെ പ്രസംഗത്തിനൊന്നും പോകാറില്ല. നമ്മുടെ മുമ്പിൽ കോമഡി അടിച്ച് പിള്ള കളിച്ച് നടക്കണമല്ലാതെ പുള്ളി എന്ന് പറയുന്ന വ്യക്തിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഈ ടോക്ക് ഷോയ്ക്ക് പോകുമ്പോൾ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് അത് എന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജീൻ തന്നെയാണെന്നാണ്. ജീൻ കാരണം ആ സംഗതി എന്നിലുണ്ട് നല്ലപോലെ. പിന്നെ അപ്പനന്ന് പെട്ടെന്നൊരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തു. അപ്പൊ അത് ചെറിയതായിട്ട് വയ്യായിക്ക് എന്തോ സംഭവം. അപ്പൊ എന്റെ മോൻ ഇങ്ങനെ കഥയൊക്കെ എഴുതുന്നുണ്ട്. അവൻ അങ്ങ് പോയി പിള്ളേരല്ലേ ഇവൻ അങ്ങനെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ എന്റെ വിടാണ്. അപ്പൊ നമുക്ക് ചെറുപ്പക്കാർ പിള്ളേര് നമ്മളന്നും റൊണാൾഡോനെ മെസ്സിനെ കുറിച്ച് പറഞ്ഞ് ആ പ്രോഗ്രാം രസകരമായിരുന്നു. എനിക്കൊന്ന് നമ്മളൊരു ഏതൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അന്ന് ചെയ്തിട്ട് ആ ഓർഗനൈസർ സാറേ മോനെ വിട്ടത് ശരിയായില്ല കേട്ടോ, അതങ്ങ് വർക്കായില്ല സാറെന്നെ പറഞ്ഞാൽ ഞാനില്ലെന്ന്. ഒന്ന് നമ്മുടെ സ്കിൽ ഉണ്ടാവുമായിരിക്കും. രണ്ട് ആ പിള്ളേരുടെ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അത്ര പേപ്പറിൽ എഴുതി കൊടുക്കണം ഇന്നത്തെ ജോസഫ് സാറിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നല്ല കുറെ ഫീഡ്ബാക്ക് വന്നു. അങ്ങനെ ഫസ്റ്റ് ഇതിന് തന്നെ. അപ്പൊ എന്നിട്ട് അവിടുത്തെ ആ സാറാണ് എന്നെ വേറെ ചില പള്ളികളിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത്. അന്ന് ഈ പള്ളികളിലാണ് അപ്പം ടോക്കിന് കൊണ്ടു പോകുന്നതൊക്കെ, പക്ഷെ അഡ്രസ് ചെയ്യുന്ന യൂത്തിനെ. അപ്പൊ ആദ്യത്തെ കിട്ടിയ ഇംപ്രഷൻ നമുക്ക് കോൺഫിഡൻസ് കൂട്ടും. ഇപ്പൊ ഗദ്ദാഫി ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആരെങ്കിലും വളരെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കില്ല. നമുക്കൊരു ഞാനിപ്പോ എന്താ പ്രശ്നം ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പൊ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ബി ഫീഡ്ബാക്ക് ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. സ്റ്റേജ് ഫിയർ അപ്പൊ ആദ്യ സമയത്ത് ഒരു ഫിയറും ഇല്ല. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോ എന്റെ ഫ്രണ്ട് പറയുന്നതാണ് എനിക്ക് മറ്റേ നാഗവല്ലി കൂടണമെങ്കിൽ ബാധ കയറും. അതായത് ഭയങ്കര എനർജിയാണ്, എക്സ്ട്രീമിൽ ഓപ്പൺ ആവുകൊണ്ട് എന്റെ ഒരു ടോക്ക് ഷോ ഫുൾ ഒരിക്കലും യൂട്യൂബിൽ കിട്ടില്ല. യൂട്യൂബിൽ ഒരിക്കലും എന്റെ ഫുൾ ടോക്ക് ഷോ വരില്ല ഞാൻ സംസാരിക്കുന്നതിന്റെ. കാരണം ഭയങ്കര പേഴ്സണലാണ്, ഭയങ്കര ഓപ്പൺ ആണ്. പലർക്കും അത് ഇയാളെന്ന് ഇങ്ങനെ സംസാരിക്കണേന്ന് ചിലപ്പോൾ കരുതാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് എന്റെ ഇമേജ് എനിക്ക് തോന്നുന്നു കുറേ ഒരു സ്റ്റാറ്റസ് ഇമേജ് ആണ്. വാട്സാപ്പ് സ്റ്റാറ്റസുകളുടെ ഒന്നും ഇമേജ് ആണ് കൂടുതൽ എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷെ ആളുകൾ ബുക്ക് വായിക്കുന്ന അറിയാവുന്ന ഒരു കുറവാണ്. കുറെ അറിയാം എങ്കിലും ഇയാള് സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ട് പറയാറുണ്ട് പലപ്പോഴും. അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ റിയൽ സെൽഫ് എന്താണെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ നഗ്നനാക്കുന്ന പരിപാടിയാണ് എന്റെ സ്റ്റേജ് ഷോസ്. ഓപ്പൺ ആണ്, ഓപ്പൺ ടു ദ കോറാണ്. അതുകൊണ്ട് എനിക്ക് അത് ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ ഈ സോൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തോന്നും. സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ശരിക്കും ഞാൻ മരിക്കണ പോലെ എനിക്ക് തോന്നും. അതായത് ഇത് പോയിട്ടില്ല പറഞ്ഞത് ടോക്ക് ഷോ കഴിഞ്ഞ് കാറ് കയറി പിടിക്കുന്ന വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ മടുത്ത് ജീവിതം തോന്നും. എനിക്ക് മടുപ്പാണ്. അപ്പോൾ സ്റ്റേജിൽ കയറുന്ന മുമ്പ് സ്റ്റേജിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ എനിക്ക് ഞാൻ അമ്മയോട് പറയാം എനിക്ക് വിരലൊക്കെ ചൂട് പിടിക്കണ പോലെ എനിക്ക് തോന്നും, ഇങ്ങനെ തീ പിടിക്കണ പോലെ എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം ഒഴിച്ചോണം. അപ്പോ സ്റ്റേജ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. സ്റ്റേജ് ഒരു തരം കിക്കാണ് നമുക്ക്. അത് ഞാൻ ലൈഫിൽ അനുഭവിക്കുന്ന അപ്പോഴാണ്. യു എക്സ്പീരിയൻസ് ലൈഫ്. അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയുള്ളൂ. ഞാൻ ഓപ്പണായിട്ട് എൻ്റെ ഇമോഷണൽ മൊമെന്റ്സ് പറയുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന +2 പഠിക്കുന്ന ഒരു പയ്യൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടെങ്കിൽ, അടുത്ത കോമഡിക്ക് അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ചിലത് പറയുമ്പോൾ ആ കഥയുടെ ത്രില്ല് അവൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കണ്ടു നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനമുണ്ട്. മറ്റേ ഇന്ദ്രൻസ് പണ്ട് പറഞ്ഞോളാണ് മറ്റേ കൊല്ലണ നേരത്തെ മറ്റേ കൊലയാളി മറ്റേ കണ്ണിന് നോക്കുമ്പോൾ വെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു വേറെ തരത്തിലേക്ക് കാണുന്നു എനിക്ക് തോന്നുന്നു. ഈ ജോസഫിനെ അറിയുന്ന പോലെ തന്നെ ജോസഫിന്റെ അമ്മേനെ ഇപ്പൊ എല്ലാവർക്കും നാട്ടുകാർക്ക് ഫുൾ അറിയാം, മലയാളിയായിട്ടുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് താങ്കൾ അമ്മയുടെ പേരും കൂടെ ആഡ് ചെയ്ത സമയത്താണ് അങ്ങനെ ട്രെൻഡ് തന്നെ ഉണ്ടായി. പിന്നെ കുറെ ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി, അമ്മയുടെ പേരും കൂടെ പേരിന്റെ അറ്റത്ത് കൂട്ടാൻ തുടങ്ങി.
ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഏറ്റവും കൂടുതൽ തല്ല് കൂടിയാക്കുന്നത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ അമ്മമാരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ തല്ല് കൂടിയാക്കുന്നത്. അത് മോർണിംഗ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വൈകി എഴുന്നേറ്റാൽ അപ്പം തുടങ്ങുന്ന ഈ തല്ലുകൂടൽ രാത്രി അവസാനം മൊബൈൽ നോക്കി കിടന്നുറങ്ങാൻ അതിലേന്ന് ആ വരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക ആ ഒരു അസ്വസ്ഥത. പക്ഷെ ഒരു ദിവസം അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ആ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് അത്രയും ശൂന്യതയാണ്. അപ്പൊ കിട്ടിയാൽ അമ്മ ഉള്ളപ്പോൾ അത്രയും അസ്വസ്ഥതയും, ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു ഹെവിനെസ്സും ഉണ്ട്. യൂഷ്വലി എല്ലാവർക്കും അമ്മമാരായിട്ടാണ് അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക അച്ഛന്മാരെക്കാളും. ഈ കയറ്റം ഇറക്കങ്ങളുണ്ടല്ലോ, ഈ നമ്മളുടെ അമ്മമാരായിട്ടുള്ള ഈ ഏറ്റവും കുറച്ചിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് മാറിയിട്ടുണ്ട് അമ്മയോടുള്ള അപ്രോച്ചിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നത് ഇപ്പൊ ലൈഫിൽ? അല്ല, നമ്മള് പ്രായമാവും തോറും എന്റെ കേസാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന അമ്മയായിരുന്നു കൂടുതൽ ശരി. രണ്ടുപേരത് ശരിയുണ്ട്. ഞാൻ തർക്കിച്ച കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അമ്മയുടെ ഭാഗത്തും ശരിയുണ്ട്. ആ സമയങ്ങളിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഭാഗത്താണ് കൂടുതൽ ശരി എന്നുള്ളതാണ്. ഈ ചില പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ വെറുതെ മൂത്രചൊല്ലും മുതിർന്നില്ലിക്ക് ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സത്യമാണ്. നമുക്ക് പ്രായമാവണം എന്ന് തോന്നും. ഒരു കുഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്തൊക്കെ ഫാദർ ഇങ്ങനെ ഡൈ ചെയ്യാൻ എന്നെ വിളിക്കുന്നിടത്ത് ഞാൻ വലിയ ഫിലോസഫി എൻ്റെ അപ്പം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. അതായത് അമിതാഭ് ബച്ചൻ വരെ നരച്ച മുടി വെച്ചാൽ നടക്കണം. അപ്പം ഇത് എത്ര കാലം വെളുപ്പിച്ചിങ്ങനെ നടക്കും? ഇത് ആരെ ബോധിപ്പിക്കണം? എല്ലാവർക്കും അറിയാം അപ്പം റിട്ടയർ ആയിരുന്നു. എന്തായാലും അപ്പൻ്റെ മുടി അറിയാം. ഇത് ഇത്ര കറപ്പിച്ച് മുഖം പിടിച്ച് കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? ഞാൻ എന്നിട്ട് എടാ ഇവിടെ ഉണ്ടോ നോക്കി, അങ്ങനെ എനിക്ക് ഇറിറ്റേഷൻ ആണ്. ഞാൻ അപ്പം ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും അപ്പൻ്റെ കുറവ്. അതൊരു നരച്ചതല്ലേ, എത്ര കാലം ഇങ്ങനെ സൂപ്പറായിട്ട് നടക്കുന്ന അപ്പൻ്റെ വിചാരം. 31 തോന്നും. ഒരു സെക്കൻഡ് അടി നോക്കണായിരുന്നു ഇവിടെ ഒരു നിറച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ അതിനെ മാത്രം എടുക്കാനുള്ള ശ്രമം കുറെ നടക്കാണ്. അപ്പൻ ചോദിച്ചു കിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ. അതായത് അമ്മയുടെ അന്ന് ഞാൻ പ്രശ്നം എന്ന് പറഞ്ഞത് അമ്മയുടെ ഹാർഷ്നെസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബുക്കിൻ്റെ യു നീഡ് ടു ടോക്ക് ടു സമ്മൺ എന്നാണ് ബുക്കിൻ്റെ പേര്. സൈക്കോളജിസ്റ്റ് പറയുന്നതാണ്. അയാൾ പറയുന്നൊരു കാര്യം, നിന്റെ മൊത്തമൊക്കെ ഒരു കാര്യം ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ 1 മാസത്തെ തെറാപ്പി സേവ് ചെയ്യാം, പക്ഷെ വളരെ പെയിൻഫുൾ ആയിരിക്കും. ഇത് ഒരു കല്യാണം കഴിഞ്ഞ് സിംഗിൾ മദറാണ്, അപ്പുറത്തൊരു 50-ലെത്തിയൊരു പുരുഷൻ, ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ഒരു 3 വർഷം 2 വർഷം പ്രണയത്തിലായി കഴിയുമ്പോഴാണ് ഇയാൾ പറയുന്നത്, എനിക്ക് കുട്ടിയുമായിട്ട് നമുക്ക് പറ്റില്ല, നമുക്ക് നമ്മുടെ സമയം വേണ്ടേ. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഈ കുട്ടിയുള്ള കാര്യം അറിയില്ലായിരുന്നു. അല്ല, നമുക്ക് നമ്മുടേതായ സമയം വേണ്ടേ. അപ്പൊ ഈ സൈക്കോളജിസ്റ്റിന്റെ ഉള്ളിൽ ഉത്തരം, അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ പറയും. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും, ഷോക്കാ, ഞെട്ടിപ്പോവും. സ്നേഹം നഷ്ടപ്പെട്ടോ, അപ്പൊ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇപ്പൊ ചില കാര്യങ്ങൾ ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ ആ പെയിൻ കുറച്ചൊക്കെ നല്ലപോലെ ഉണ്ടാവും, പിടിച്ച് നിൽക്ക്, എളുപ്പം പുറത്തെടുക്കാൻ പറ്റും. 1 മാസത്തേക്ക് എന്നെ വന്ന് തെറാപ്പി ഒന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ. ചില ആളുകൾ അമ്മ ചെയ്യണ്ട, നമുക്കത് എന്താ അമ്മ ഇങ്ങനെ പറയണേ, അതായത് ചെയ്യണ്ട എനിക്ക് എൻ്റെ അഭിപ്രായം ചെയ്യേണ്ടതാണ്. അപ്പൊ അമ്മയ്ക്ക് എൻ്റെ ആ ചെയ്യാത്തതായിരുന്നു ശരി. 1 മാസം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തെറാപ്പിക്ക് പോണ്ടി വരാണ്, മനസ്സിലായോ. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഞാനെപ്പോഴും ഇപ്പോൾ ടോക്കിനൊക്കെ പോകുമ്പോൾ പിള്ളേരോട് പറഞ്ഞ കാര്യമുണ്ട്, നമ്മളെക്കാളും മുമ്പ് കടന്നു പോകുന്ന നമ്മുടെ പാരൻസ് ആയിരിക്കും. ബൈ ദ ലോ ഓഫ് നേച്ചർ. തിരക്കേടില്ലാണ്ടൊക്കെ സ്നേഹിച്ചിട്ടും വളർത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ സെലിബ്രേറ്റ് ദം. അവരങ്ങ് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാനൊക്കെ അവിടെ പോയി തിരിച്ചു വന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടിരും, കേക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ചിലപ്പോൾ അമ്മ പറയണം, നീ എല്ലാ രാത്രി വൈകുന്ന എനിക്ക് എൻ്റെ ഉറക്കം പോകും. ഞാൻ എന്തോ 5:30 സിനിമ കാണാം, അതൊരു 7:30 ആകുമ്പോൾ തീരും. ഡിന്നർ വെച്ചിട്ട് 9:30 ഞാൻ വീട്ടിലെത്താം, എന്താ കുഴപ്പം. സോ പിന്നെ ഏറ്റവും നല്ല കാര്യം, അമ്മയായിട്ടുള്ള തർക്കങ്ങൾ കുറയാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ മതി. നീ പറയണേ എന്തിനും എല്ലാവരും ചോദിക്കണേ, അതിന് പറഞ്ഞ് നമ്മൾ എപ്പോഴാണ് ഇറങ്ങണേന്ന് പറഞ്ഞാൽ പോരെ. ഞാനതിനെ മനസ്സിലാക്കുന്നത്. നീ എങ്ങനെയാ പോണേ? ട്രെയിനിൽ. ഏതാ ട്രെയിൻ? പരശുരാം എക്സ്പ്രസ്. ഏതാ ബോഗി? ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല. അപ്പം ബോഗി എന്തിനാ മേലത്തെ ട്രെയിനിൽ തീ പിടിച്ചറിയുണ്ട് പറഞ്ഞാൽ മതി. ബോഗി ഇതാണ് C1 കഴിഞ്ഞു. അവർ ചോദിക്കുന്നത് ഉത്തരം കൊടുത്താൽ അവർക്ക് അത്ര ആശ്വാസം. ഞാൻ കൊണ്ട് ഇപ്പോ ഇത് യുവർ റിലേഷൻഷിപ്പ് വിത്ത് പാരൻസ് വിൽ നെവർ ചേഞ്ച് അൺടിൽ യു ചേഞ്ച്. ഇതാണ് ഞാൻ പഠിച്ച കാര്യം. മാതാക്കളെ നിങ്ങൾ നന്നാക്കി നമ്മുടെ പരിധിക്ക് വരുത്താൻ ഒരിക്കലും കരുതുന്നുണ്ട്. നമ്മൾ മാറിയാൽ അവർ സ്വാഭാവികമായിട്ട് നന്നാവും. ഇപ്പൊ അമ്മയൊക്കെ ഇടയ്ക്ക് ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത് പോരട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് വൈകി വരണമെങ്കിൽ അമ്മ പറയും, ഒത്തിരി വൈകുമോ? ഇല്ല, വേറെ 1/2 മണിക്കൂർ. ഞാൻ ഓക്കെ. കാരണം ഞാൻ കുറെ കാലമായിട്ട് വൈകി വരുന്നില്ല.
ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എൻ്റെതായ കാര്യങ്ങൾ ചെറിയ രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അമ്മയ്ക്കറിയാം. ചിലപ്പോൾ പറയും അമ്മ എന്നെ നിർബന്ധിക്കാം, അമ്മ എൻ്റെ ടോയ്ലറ്റ് കഴിയല്ലേ, എന്നോട് നിർബന്ധിക്കും. ഞാൻ അമ്മ ചെയ്തു തരണോണ്ട് ഞാൻ ക്യാഷ്വലായിട്ട് എടുക്കണം. എന്നോട് പറ ഈ ശനിയാഴ്ച കഴുകിയിരിക്കണം, കഴുകും അമ്മ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവരിങ്ങോട്ട് 10 സ്റ്റെപ്പ് വയ്ക്കുന്ന എനിക്ക് തോന്നുന്നു. ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. എനിക്ക് കേട്ടോണ്ടിന്ന് ആർക്കും ട്രൈ നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ തന്നെ ഒരു ഫേക്കാണ്. ക്രിഞ്ചൊരു കോൺസ്റ്റൻ്റാന്ന് തോന്നുന്നു മനുഷ്യൻ്റെ ലൈഫിൽ. എനിക്ക് വളരെ നല്ല രീതിയിൽ സമയം ഉപയോഗിക്കുന്ന, എൻ്റെ ഇമോഷൻസിനെയും ഡിസയേഴ്സിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിനും വീട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരാളായി മാറണം എന്നാണ് ആഗ്രഹം. ചിലപ്പോഴൊക്കെ വലിയൊരു ഇൻസ്പിറേഷണൽ സാധനം കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ എൻ്റെ ജീവിതം എന്താണ്, ഇങ്ങോട്ടാണ് പോകണമെന്ന് കരുതി ഇരിക്കുന്ന ഞാനുണ്ട്.